നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ വെച്ച് നടക്കുന്ന പല സംഭവങ്ങളും വാർത്തയാകാറുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യ വിമാനത്തിൽ ഒരു യാത്രക്കാരിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തിൽ പരാതി ഉയർന്നിരിക്കുകയാണ്. വിമാനയാത്രക്കിടെ സഹയാത്രികൻ തന്റെ ദേഹത്ത് മൂത്രമൊഴിച്ചതായി ഒരു വൃദ്ധയാണ് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് വ്യക്തമാക്കി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരന് പരാതി നൽകിയിരിക്കുന്നത്. ഇതോടെയാണ് ഈ സംഭവം പുറത്തറിയുന്നതും. എയർ ഇന്ത്യ 102 വിമാനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ബിസിനസ് ക്ലാസ് യാത്രക്കാരിയാണ് പരാതിയുമായി എത്തിയിട്ടുള്ളത്. നവംബറിൽ ന്യൂയോർക്ക് ഡൽഹി വിമാനത്തിലാണ് ഈ സംഭവം നടന്നത്. മദ്യപിച്ച് സഹയാത്രികൻ അതിക്രമം കാട്ടിയെന്നാണ് പരാതി. എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ നടപടി സ്വീകരിച്ചില്ലെന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം. ക്യാബിൻ ക്രൂവിനെ അറിയിച്ച ശേഷവും മോശമായി പെരുമാറിയ ഇയാൾ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷവും മറ്റൊന്നും സംഭവിക്കാത്ത തരത്തിൽ പുറത്തുപോയെന്നും പരാതിക്കാരി പറയുന്നു. വളരെ മോശം അനുഭവത്തിൽ കൂടി കടന്നുപോയിട്ടും വിമാനത്തിലെ ജീവനക്കാർ തന്നോട് സഹകരിച്ചില്ലെന്നും പരാതിക്കാരി കത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഉച്ചഭക്ഷണം വിതരണം ചെയ്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു തനിക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. ലൈറ്റുകൾ ഓഫായതിന് പിന്നാലെ സഹയാത്രികൻ തന്റെ സീറ്റിനടുത്തേക്ക് നടന്നു വന്നു. പാന്റ് തുറന്ന ദേഹത്തേക്ക് മൂത്രം ഒഴിക്കുകയും ആയിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു ഇയാളെന്നും കത്തിൽ പറയുന്നു. മൂത്രമൊഴിച്ച ശേഷം സീറ്റിനടുത്ത് നിന്ന് മാറാതെ ഇയാൾ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ മടി കാണിച്ചില്ലെന്നും കത്തിൽ പരാതിക്കാരി പറയുന്നുണ്ട്. പരാതിക്കാരിയുടെ വസ്ത്രത്തിലും ഷൂസിലും ബാഗിലും മൂത്രമായെന്നും പറയുന്നു. യാത്രക്കാരി ശബ്ദമുണ്ടാക്കിയതിന് പിന്നാലെയാണ് ഇയാൾ സീറ്റിനടുത്ത് നിന്ന് മാറാൻ പോലും തയ്യാറായത്. ക്യാബിൻ ക്രൂ യാത്രക്കാരിക്ക് വസ്ത്രം നൽകി. മൂത്രമായ സീറ്റിൽ വയ്ക്കാൻ ഒരു ഷീറ്റും നൽകിയെന്നും പരാതിക്കാരി പറയുന്നുണ്ട്. എന്നാൽ പോലീസിന് പരാതി കൈമാറിയെന്നും വൃദ്ധയ്ക്ക് വേണ്ട സഹായം നൽകിയിരുന്നുവെന്നുമാണ് എയർ ഇന്ത്യ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. സംഭവത്തിൽ എയർ ഇന്ത്യ ആഭ്യന്തര അന്വേഷണം നടത്തിയെന്നും യാത്രക്കാരനെ നോ ഫ്ലൈ പട്ടികയിൽപ്പെടുത്താൻ സർക്കാരിനോട് ശുപാർശ നൽകിയെന്നും എയർ ഇന്ത്യ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം വിമാനയാത്രക്കിടെ ഉണ്ടായ വാക്കുതർക്കത്തിനൊടുവിൽ യാത്രക്കാരിൽ ഒരാളെ കുറച്ചുപേർ ചേർന്ന് തല്ലിച്ചതച്ച സംഭവവും അടുത്തിടെ ഉണ്ടായി. ഇതും വലിയ വാർത്തയായിരുന്നു. യാത്രക്കാർ തമ്മിലുള്ള വാക്കുതർക്കം മൂർച്ഛിച്ചതാണ് കൂട്ടത്തല്ലിന് വഴിവെച്ചത്. തായ് സ്മൈൽ എയർവേസിലാണ് ഈ സംഭവം ഉണ്ടായത്. രണ്ടുപേർ തമ്മിലുണ്ടായ തർക്കമാണ് തല്ലിന് വഴിയൊരുക്കിയത്. വിമാനത്തിന്റെ ജീവനക്കാർ ഇരുവരെയും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തർക്കം തല്ലി തീർക്കുകയായിരുന്നു. മറ്റ് യാത്രക്കാർ നോക്കി നിൽക്കുകയും ഇതിന്റെ വീഡിയോ പകർത്തുകയും ചെയ്തു. രണ്ടുപേർ തമ്മിൽ വാക്കേറ്റം നടക്കുന്നതും പിന്നീട് ഒരാൾ കൂടി ഇതിൽ ഇടപെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇവർ രണ്ടുപേർ കൂടി ഒരാളെ മർദ്ദിക്കുന്നതായാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ എന്താണ് സംഘർഷത്തിന് കാരണമെന്നത് വ്യക്തമല്ല. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.